അങ്ങനെ നമ്മൾ കാത്തിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സഹായം PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം ഈ മാസം ഒടുവിലോ ജൂലൈ മാസമോ ആയിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത്. കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ധനസഹായം, അതായത് 22,000 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ കണ്ടെത്തേണ്ടത്. ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യഘട്ട പ്രോസസ്സിംഗ് ഉൾപ്പെടെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ഇവൻറ്റ് വെച്ചായിരിക്കും ഇതിൻ്റെ വിതരണം നടത്തപ്പെടുക. രാജ്യമെമ്പാടുമുള്ള കർഷകരെ ലൈവ് ടെലികാസ്റ്റിലൂടെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഇതിൻ്റെ വിതരണം നടത്തുന്നത്. അങ്ങനെയാണ് ഈ ധനസഹായം വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സമയക്രമീകരണം കൂടി ഇതിനാവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് വിതരണം മുൻപുള്ള വർഷങ്ങളെക്കാൾ ഈ പ്രാവശ്യം ഇൻസ്റ്റാൾമെൻറ്റ് താമസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ജൂൺ മാസം നേരത്തെ തന്നെ 18ാം തീയതിയൊക്കെയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് നമുക്ക് ലഭിച്ച സഹായമാണിത്. ഈ വർഷം വരുന്നപ്പോൾ ഇത് കുറച്ചുകൂടി വൈകിയിട്ടുണ്ട്. എങ്കിലും തടസ്സമില്ലാതെ തുടർന്ന് അങ്ങോട്ട് നമുക്ക് ആനുകൂല്യം ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കർഷക രജിസ്ട്രി, അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചെയ്യാനുള്ള കർഷകരുണ്ട്. അവർക്ക് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്നോ ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. സമയം ജൂലൈ മാസം 31ാം തീയതി വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി കിസാൻ സമ്മാൻ നിധിയും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വമില്ല എങ്കിലും നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക്, നമ്മളുടെ സംസ്ഥാനത്ത് കൃഷിഭൂമിയുള്ള എല്ലാവർക്കും ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിൻ്റെ വിതരണം, അതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നവംബർ മാസം 1ാം തീയതി മുതലായിരിക്കും കാർഡിൻ്റെ വിതരണം ആരംഭിക്കുന്നത്. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായിട്ടുള്ള വില്ലേജ് അടിസ്ഥാനമാക്കിയായിരിക്കും. ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകൾ എന്ന ക്രമത്തിലായിരിക്കും ഈ കാർഡിൻ്റെ വിതരണം നടക്കുക. അതായത് ആ വില്ലേജിന് കീഴിൽ ഉൾപ്പെടുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും അല്ലെങ്കിൽ എല്ലാ ഭൂ ഉടമകൾക്കും ഈ കാർഡ് ലഭിക്കുന്നതാണ്. സ്പെഷ്യലായിട്ട് അതിലൊരു QR കോഡ് കാണും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു 10 അക്ക ഡിജിറ്റൽ നമ്പർ ഉണ്ടാകും. ആ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നമ്മളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ടാകും. ഭൂ ഉടമയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ വില്ലേജ്, നമ്മളുടെ സർവേ നമ്പർ, ബ്ലോക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാകും. ഇനി അത് മാത്രമല്ല, നമുക്ക് സ്ഥലത്തിൻ്റെ കൈവശാവകാശ രേഖ, അതോടൊപ്പം തന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ, അതോടൊപ്പം സ്ഥലത്തിന് എന്തെങ്കിലുമൊക്കെ കുടിശ്ശികകൾ കിടപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ഈ 10 അക്ക നമ്പർ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല, സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവിധ സേവനങ്ങൾക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ ഇനി മുതൽ ഈ കാർഡായിരിക്കും പ്രധാന മാനദണ്ഡമായിട്ട് പരിഗണിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്ഥലത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രമാകും കാർഡിൽ രേഖപ്പെടുത്തുക. എന്നാൽ അതിനുശേഷം മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ, നമ്മളുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാവാം, അതോടൊപ്പം തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടാകും, അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടാകും. ഇങ്ങനെ വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചേർത്ത് വലിയൊരു മാസ്റ്റർ കാർഡ് എന്ന രീതിയിലേക്ക് പരിഷ്കരിക്കും. അത് പിന്നീടുള്ള കാര്യമാണ്. ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ ഡിജിറ്റൽ റവന്യൂ കാർഡാണ്. ഈ കാർഡിൻ്റെ വിതരണം നവംബർ മാസം 1ാം തീയതിയോടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്, വിതരണം ആരംഭിക്കുന്നത്. 629 വില്ലേജുകളിലായിട്ട് ഡിജിറ്റൽ റീസർവേ ഇപ്പോൾ നടക്കുകയാണ്. അതിൽ 312ഓളം വരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും പൂർത്തിയായിട്ടുള്ളതും. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ വില്ലേജുകളിൽ ഉൾപ്പെടുന്നവർക്കായിരിക്കും ഈ ഡിജിറ്റൽ കാർഡ് ലഭിക്കുക. ATM രൂപത്തിലുള്ള കാർഡായിരിക്കും ലഭിക്കുക. അത് കിസാൻ സമ്മാൻ നിധി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കൃഷിഭൂമി ഉള്ളവർക്കെല്ലാം ആ രീതിയിലാണ് ഈ കാർഡ് ലഭിക്കുന്നത്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. എങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക്, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ ഇനി കർഷകർക്ക് ലഭിക്കണമെങ്കിലും ഫാർമേഴ്സ് ID, അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID, അത് കൃത്യമായിട്ട് എടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിൽ അല്ലെങ്കിൽ കൃഷിഭവനിൽ നേരിട്ട് ഇതെടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കർഷകർ അവരുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട കരമടച്ച രസീതിൻ്റെ പകർപ്പ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ, അത് OTP വരുന്നതിനൊക്കെ വേണ്ടിയാണ്. അവയുമായിട്ട് എത്തിച്ചേർന്ന് ഈ വേരിഫിക്കേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, നിർബന്ധമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം കർഷകരും ഒന്ന് ശ്രദ്ധിക്കുക. ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള സേവനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമുക്ക് മുടങ്ങാതെ ലഭ്യമാവുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.